ഇല്ലടികളെ നമ്മുടെ ബസ്സിൽ നടന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിംജിത എന്നാണ് ആ ചേച്ചിയുടെ പേര്. ചേച്ചി എന്ന് നമ്മൾ വിളിക്കുന്നില്ല. നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ചേച്ചി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. സോ ആ ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ. അപ്പൊ ആ ചേച്ചി വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഒരു നിരപരാധിയായ ഒരു പുള്ളിക്കാരനെ ദീപക് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ വീഡിയോ എടുത്തിട്ട് സ്വന്തം റീച്ചിന് വേണ്ടി എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരണം എന്നതിന് വേണ്ടിയിട്ട് ഒരു പാവ നിരപരാധി ഒരു ജീവൻ കളയേണ്ടി വന്നു. ഇൻസ്റ്റാഗ്രാം റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതെന്ന് വെച്ചാൽ നിരപരാധി ഒരു മനുഷ്യനായിരുന്നു. സത്യം പറയാലോ, ഞാൻ മുമ്പത്തെ 2 വീഡിയോ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു സംരക്ഷണ സംഭവം വന്നില്ലെങ്കിൽ ഇനിയും പോകാൻ ഇതുപോലുള്ള ഭയങ്കരമായ ചൂഷണങ്ങൾ നേരിടേണ്ടി വരും. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കായിരുന്നു ഇങ്ങനത്തെ സംഭവ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ സ്ത്രീകൾക്കൊന്നും ഇല്ല. സ്ത്രീകൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സംഘടനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അവർ തെറ്റ് ചെയ്താൽ കൂടി അവരെ തന്നെ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട്. കുറെ ഫെമിനിസ്റ്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അറിയില്ല എന്താ വെച്ചാൽ തെറ്റിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു സ്ത്രീ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ല പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കും. സ്വാഭാവികം പുരുഷന്മാർക്ക് നിൽക്കും. എന്ന് വെച്ചാൽ ന്യായം എവിടെയാണോ അവിടെ നിൽക്കും. ഇത് നേരെ തിരിച്ചറിയില്ല. അപ്പൊ സ്ത്രീയെ തെറ്റ് ചെയ്തത് എന്നാലോ സ്ത്രീകൾ അവർക്കെതിരെ പറയണ്ടേ? അതില്ല. ഇത് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് പച്ചയായ അർത്ഥത്തിൽ എന്ത് ചെയ്യുക. ഇപ്പൊ നമ്മൾ പെൺപിള്ളേരെ എന്തൊക്കെ ചെയ്താലും തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണല്ലോ നമ്മൾ ഫെമിനിസ്റ്റ് വിളിക്കുക. സോ ഈ ചേച്ചി അങ്ങനെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാനുള്ളത് ഞാൻ വിളിക്കും. സത്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും ആ പുള്ളിക്കാരൻ ദീപക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ ചേച്ചി പോസ്റ്റ് ഇട്ട് അങ്ങനെയാണ് കിടക്കിലടല. എന്താ വെച്ചാൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പോസ്റ്റ് ആർച്ചീവ് ഡിലീറ്റ് ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കൂടുതലായി തെറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു. അപ്പോ സംഭവം ഞാൻ അവിടെ നിന്ന് വായിക്കാറില്ല വെച്ചിറങ്ങൾക്ക്. അത് ഇന്നലെ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്തായിരുന്നു കേട്ടല്ലേ. നമുക്ക് സാങ്കേതിക തകരാറുകൾ കൂടുതലായി. കാരണം എന്റെ സംബന്ധിച്ച് ഇന്നലെ മൈക്ക് വർക്ക് ആവുന്നുണ്ടല്ലേ, വോയിസ് ഉണ്ടായിരുന്നില്ല. സോ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഞാനത് വെക്കാം. ശ്രീലക്ഷ്മി അറക്കൽ എന്നാണ് പേര്. മനസ്സിലായില്ലേ? അറക്കൽ കേൾക്കുമ്പോൾ തന്നെ അറക്കലല്ലേ കേട്ടോ, അറപ്പാണ് കാര്യം പറയില്ല. ഇമ്മാതിരി ഒരു സന്ധിയില്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഷിംജിത ചേച്ചി കുറെ ആൾക്കാർ തെറി വിളിച്ചു. നമുക്ക് തെറി വിളിക്കാൻ വയ്യാത്തോണ്ടാണ്. സോ ഞാൻ തെറി വിളിക്കില്ല. ഈ ചേച്ചിക്ക് നിങ്ങൾക്ക് എന്താണ് വെച്ച് തോന്നുന്നത് വിളിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ പേരിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് തെറി വിളിക്കുക, എന്ത് വേണം ചെയ്യാം. ഞാൻ പോസ്റ്റ് വെക്കാൻ കാരണം ഇതാണ് സംഭവം. നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി തിരിച്ചാകട്ടെ. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നു നിർത്താതെ ഇരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കൈയും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകളൊന്നും കയ്യും കാലും അടുക്കി വെക്കുക. സന്തോഷം. എന്നിട്ട് പുള്ളിക്കാരൻ നമ്മൾ ദീപക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഫോട്ടോ ഉണ്ട്. സത്യമാകാൻ പറയാനാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ അടുത്താണ് പോയി ഒന്നും കൊടുത്തിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇമ്മാതിരി പെടുകയും ചെയ്യാൻ പറ്റില്ല. അത് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ പുള്ളിക്കാരൻ അവിടെ നിരപരാധ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആൾക്കെതിരെ പോസ്റ്റ് വിട്ടിട്ട് എന്നിട്ട് പറയണില്ല ഇതുപോലെ നിങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നം വരാൻ നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ നിൽക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവരൊന്നും പേടിക്കാൻ പറ്റാതെ പണ്ട് എന്തിന്റെ കലപ്പാളിയാണ്. സത്യം പറയാലോ, ഇമാതിരി തറ വേല ഇങ്ങനെ കാണിക്കാൻ പറ്റും. ചോദിക്കട്ടെ, ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചു വെച്ചാൽ ഒന്നും വേണ്ട. അതുപോലെയുള്ള ചേച്ചിയുടെ ഒരു അച്ഛനാണ്. ഇനിയിപ്പോ അച്ഛനുണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോ അച്ഛൻ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് വെച്ചാൽ വേറെ വഴിയില്ല. അപ്പോ അങ്ങനെ ആൾക്ക് സംഭവിച്ചു നോക്കി. ഒന്നും വേണ്ട, ബന്ധുക്കാരില്ല, സ്വന്തം ഏട്ടൻ. ഇനി ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടോ അറിയില്ല. സ്വാഭാവികമായി എന്താ ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് ആണുങ്ങളോട് ഭയങ്കര വെറുപ്പായിരിക്കും. ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവാണെങ്കിൽ ചെയ്തെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും ഒന്ന് പറയാ. സപ്പോർട്ട് ചെയ്ത് നിൽക്കുവോ? എന്റെ ഭർത്താവ് ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ അവള് ആ ചേച്ചി ചെയ്താണ് സൂപ്പർ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവോ? ഒന്ന് ആലോചിച്ച് ചോറ് തിന്നാനാണെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവർക്ക് മനസ്സിലായില്ലേ ഇതിനിപ്പോ എന്താണെന്ന് നമുക്ക് അറിയില്ല. വേറെ കുറച്ച് പോസ്റ്റ് ഒക്കെ ഉണ്ട്. കുറെ പോസ്റ്റ് ഇട്ടുണ്ട് ഇതിനെ കുറിച്ച്. ഈ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്തൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പരിപാടിയാണ് ചേച്ചിക്ക്. അപ്പൊ വേറെ കുറെ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടില്ല. ഞാനതിന് 2-3 വെച്ച് ചിലതൊക്കെ ആർച്ചീവ് ചെയ്തു. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട പോസ്റ്റാണ്. ഇനി ആ നിരവധി ആ സ്ത്രീയെ ഇവിടുത്തെ ആൾക്കാരെല്ലാം ചേർന്ന് സൈബർ അറ്റാക്ക് ചെയ്യും. ആ പെണ്ണ് വല്ലതും ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പുരുഷനെ അവിടെ ചെയ്തു കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടാണ് ഈ പെണ്ണ് ചെയ്തത്. പിന്നെയും എന്താണ് ഈ ചേച്ചി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണിന് എത്ര മോശമായാണ് അറ്റാക്ക് ചെയ്യുന്നത്. നാണമില്ല ഇവിടെയുള്ള ആൾക്കാർക്ക്. എന്റെ അപ്പോ ചേച്ചിക്ക് പിന്നെ എല്ലാ നാണന്മാരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാലോ. ഷെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടികളുടെ കൂടെയുള്ള ആളുകൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ഇതിനല്ലേ സപ്പോർട്ട് കൊടുക്കണം. ആരുടെയെങ്കിലും കയ്യിൽ ആ പെൺകുട്ടികളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അയക്കുക. എനിക്ക് വിളിച്ച് സപ്പോർട്ട് ചെയ്യാനാണ്. ദയചെയ്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സ്ത്രീ ജനങ്ങളാണ് നമുക്ക് സമൂഹത്തിൽ ആവശ്യം. എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇനിയിപ്പോ സ്വന്തം വീട്ടിലാണെങ്കിൽ കൂടി കുഴപ്പമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുള്ളൂ, ഞാൻ തെറ്റ് ചെയ്ത ആളുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുന്ന വ്യക്തികൾ, ഇതുപോലുള്ള ആൾക്കാരെ വേണം. ഇതുപോലെ പുരുഷന്മാർ ചെയ്യുമ്പോൾ സപ്പോർട്ട് നിൽക്കണം എന്നാണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്. പക്ഷെ അവിടെയൊന്നുമില്ലേ. അത് പിന്നെ സ്ത്രീകളോട് മാത്രമാണല്ലോ ഇങ്ങനത്തെ ഈ താല്പര്യം കൂടുതൽ. താല്പര്യം പറഞ്ഞാൽ ആ താല്പര്യമില്ല, അവരോട് മാത്രമുള്ള ഒരു സിമ്പതി. അതാണ് ചേച്ചിക്കുള്ളത്. ഫോൺ നമ്പർ കിടാൻ കൊടുക്കിട്ടില്ല കേട്ടോ. അത് വിളിച്ച് സപ്പോർട്ട് ചെയ്യാനാണ്.
നമ്മുടെ അതിന് ഫോൺ കൊടുക്കുക, നമ്മൾ വിളിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്പർ കിട്ടുമല്ലോ, നമുക്ക് അത് വെച്ച് പണി കൊടുക്കാം. കാര്യം എഴുതണം. അപ്പൊ അടുത്ത് ഞാൻ വായിക്കാം. മരിച്ച ആളോടുള്ള സ്നേഹം കാരണം ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ അമിതാവേശം. അവർക്ക് തെറി പറയാനും ആക്രമിക്കാനും വേറൊരു പെണ്ണിനെ കൂടെ കിട്ടിയതിന്റെ ആർത്തിയാണ്. മോബ് ലിഞ്ചിങ് ആണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മോബ് ലിഞ്ചിങ് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എല്ലിൻ കഷ്ണങ്ങൾ വേണ്ടി അടി കൂടുന്ന ആളുകളാണ്. പിന്നെയും ഷെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹാഷ്ടാഗ്. നിങ്ങളാണ് ആ സ്ത്രീക്കെതിരെ പറയുന്ന ഓരോ വാക്കും ബസ്സിൽ അതിക്രമം ചെയ്യുന്ന ഓരോരോ ആളുകളും ഉള്ള വളമാണ്. അത് തിരിച്ചറിയും. ഓരോരോ സ്ത്രീ അതിക്രമിയും ഇത് ലൈസൻസിയായി കണക്കാക്കി സന്തോഷിക്കുന്നുണ്ടാവും. ജീവിച്ചിരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക. കേരളം അതുപോലെ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ. മനസ്സിലായില്ല, അദ്ദേഹത്തെ ഉപദ്രവിച്ചതുകൊണ്ടാണ് നിഷിയെ സ്വന്തം റീച്ച് അല്ലെങ്കിൽ സ്വന്തം എന്തോ സ്വയം താല്പര്യത്തിന് വേണ്ടി വീഡിയോ എടുത്തിട്ട് റീച്ചാക്കി പുള്ളിക്കാരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചു. എന്നാലും ചോദിക്കില്ല. അപ്പൊ അതൊന്നും പ്രശ്നമല്ല, ഇതാണ് പ്രശ്നം. അപ്പൊ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ ചേച്ചിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യലിടണം. തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. നിഷി എന്നെ കൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നല്ല കേട്ടല്ലോ. നിഷി ഞാൻ വീട്ടിൽ വീഡിയോ എടുക്കുന്നു, ഞാൻ അവിടെ പറഞ്ഞാൽ എന്നെ ചാട്ട് പുറത്താക്കും. സോ നിങ്ങൾ കമന്റ് ചെയ്യുക, മനസ്സിലായി? കമന്റ് ചെയ്യാനില്ലടോ, നിങ്ങൾ തോന്നിയത് കമന്റ് ചെയ്യാം. ഈ ചേച്ചി എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ കമന്റ് ചെയ്യാം, അത് പറയുന്നുള്ളൂ. പക്ഷേ ഇമാതിരി സപ്പോർട്ട് ഇനിയും കേൾക്കാം. നമ്മൾ ഒരു പ്രസ്താവനയായിട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും പറയും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ എന്ന് ചേച്ചി പറയുള്ളൂ. തീർച്ചയായും അങ്ങനത്തെ ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റ് അതന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളോട് പെമ്പിള്ള ആരും മതി. മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ എന്റെ അച്ഛനാണെങ്കിൽ ശരി, എന്റെ ഹസ്ബൻഡാണെങ്കിൽ ശരി, എന്റെ ഏട്ടനല്ലേ, എന്റെ കൂടെ പുറപ്പ് ആരൊക്കെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതിനിപ്പോ സ്ത്രീയോടാണെങ്കിൽ ഞാൻ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ എന്നൊറ്റ കോൺസെപ്റ്റിലാണ്. പോട്ടെ ചേച്ചി, അങ്ങനെ പോട്ടെ, നമുക്ക് വരുന്നത് വെച്ച് കാണാം. അതേ പറഞ്ഞോളൂ.